ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. കോഴിക്കോട് ജില്ലയിൽ 13-ൽ 12 UDF-ന്. രമേശ് ചെന്നിത്തലയോ കുഞ്ഞാലിക്കുട്ടിയോ മുഖ്യമന്ത്രിയാകണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. സാംസ്കാരിക ക്ഷേമനിധി പെൻഷൻ സിനിമാ പ്രവർത്തകർക്ക് 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഫെഫ്ക ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ. അലൂമിനിയം ഡീലേഴ്സ് ഫോറം 6ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് സമാപനം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12-ലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് LDF-ന് സീറ്റ് നിലനിർത്തിയാനായത്. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ വലിയ വിജയമാണ് കോഴിക്കോട് ജില്ലയിൽ UDF നേടിയത്. UDF മുന്നേറ്റത്തിൽ LDF സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആടിയുലഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ മണ്ഡലം മാത്രമാണ് ഇത്തവണ LDF-ന് നൽകിയത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയം കൈവരിച്ചു. 2021-ൽ LDF-ന് 11-ഉം UDF-ന് 2 സീറ്റുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം അത് UDF-ന് 12-ഉം LDF-ന് 1-ഉമായി. ഇത്രയും വലിയൊരു UDF മുന്നേറ്റത്തിൽ എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ, കോഴിക്കോട് നോർത്തിൽ സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രൻ, കോഴിക്കോട് സൗത്തിൽ സിറ്റിംഗ് MLA അഹമ്മദ് ദേവർകോവിൽ എന്നിവർ പരാജയപ്പെട്ടു. UDF-ലെ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ, നോർത്തിൽ അഡ്വക്കേറ്റ് K ജയന്ത, സൗത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവർ വിജയിച്ചു. ബാലുശ്ശേരിയിൽ സിറ്റിംഗ് MLA KM സച്ചിൻ ദേവിനെ പരാജയപ്പെടുത്തി UDF-ലെ VT സൂരജ് വിജയിച്ചു. വടകരയിൽ UDF-ലെ KK രമ, കൊടുവള്ളിയിൽ UDF-ലെ PK ഫിറോസ്, പേരാമ്പ്രയിൽ UDF-ലെ ഫാത്തിമ തഹ്ലിയ, കുറ്റ്യാടിയിൽ UDF-ലെ പാറക്കൽ അബ്ദുള്ള, നാദാപുരത്ത് UDF-ലെ KM അഭിജിത്ത്, തിരുവമ്പാടിയിൽ UDF-ലെ CK കാസിം, കുന്നമംഗലത്ത് UDF-ലെ MA റസാഖ് മാസ്റ്റർ, കൊയിലാണ്ടിയിൽ UDF-ലെ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ എന്നിവരാണ് വിജയികൾ. ബേപ്പൂർ മണ്ഡലത്തിൽ UDF സ്വതന്ത്രൻ PV അൻവറിനെ പരാജയപ്പെടുത്തി മുഹമ്മദ് റിയാസ് LDF-നായി വിജയം കണ്ടു. വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം കോംപ്ലക്സ്, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, കൂടത്തായി സെന്റ് മേരീസ് HSS എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രമേശ് ചെന്നിത്തലയോ കുഞ്ഞാലിക്കുട്ടിയോ മുഖ്യമന്ത്രിയാകണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നിലവിലുള്ള നേതാക്കന്മാരിൽ പട്ടികജാതിക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ താതാത്മ്യം ചെയ്തു പോകുന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കേരള ദളിത് ഫെഡറേഷൻ പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടും മതന്യൂനപക്ഷങ്ങളോടും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹം KSUക്കാരനായിരിക്കുന്ന കാലം മുതലുള്ള ബന്ധം എനിക്കുള്ളത് കൊണ്ടാണ്, അവരെ എല്ലാം അസസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാന് VD സതീശനോ അല്ലെങ്കിൽ വേറെ ആളുകൾക്കോ ഒന്നും എതിരല്ല. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് ശശി തരൂര്. ആ ശശി തരൂരും അതുപോലെ തന്നെ ഇപ്പം നിശബ്ദമായിരിക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ തുടങ്ങിയിട്ടുള്ളവരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാ. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. രാഷ്ട്രീയ പ്രവർത്തകനാകുന്നുണ്ട് അവര് അതിനൊന്നും ആഗ്രഹിക്കുന്നതിനകത്തൊരു തെറ്റുമില്ല. ഇത് കേരളത്തില് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഏതെങ്കിലും ഒക്കെ സമുദായങ്ങൾക്ക് പതിച്ചു കൊടുത്താൽ പോരാ എന്നുള്ളത് KDF-ന്റെ നിലപാടാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഭരണവൈഭവം തെളിയിച്ച
ഭരണകർത്താവ് എന്ന നിലയിൽ ഭരണവൈഭവം തെളിയിച്ച ഒരാളാണ്, കരുത്തരായ ഒരു നേതാവാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാംസ്കാരിക ക്ഷേമനിധി പെൻഷൻ സിനിമാ പ്രവർത്തകർക്ക് 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ഫെഫ്ക ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ. എറണാകുളത്ത് നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ് സംഘടന ഇക്കാര്യം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. ഫെഫ്ക ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ വാർഷിക ജനറൽ ബോഡി യോഗം എറണാകുളത്ത് നടന്നു. സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അവാർഡ് ജേതാക്കളെയും യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ ദിയ കൃഷ്ണയെയും ചടങ്ങിൽ ആദരിച്ചു. രക്ഷിതാക്കൾ കൂടി ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം നൽകി. പ്രവർത്തന റിപ്പോർട്ട് അവതരണം, വരവ് ചെലവ് കണക്കവതരണം, പ്രമേയ അവതരണം, ബൈലോ അമെൻമെന്റ് ചർച്ച എന്നിവയും നടന്നു. 200 രൂപ അംശാദായം അടയ്ക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് ഇപ്പോൾ 5,000 രൂപ മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെന്നും ഇനിയുള്ള കാലങ്ങളിൽ 200 രൂപ അംശാദായം അടയ്ക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് 10,000 രൂപയും മറ്റ് ആനുകൂല്യങ്ങളും ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന് ഫെഫ്ക ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. 41-ലധികം കലാ സാംസ്കാരിക വിഭാഗങ്ങൾ അംഗങ്ങളായ സാംസ്കാരിക ക്ഷേമനിധിയുടെ ക്ഷേമ പെൻഷൻ ഇന്ന് എല്ലാവർക്കും തുല്യമായി 5,000 രൂപയാണ്. എല്ലാവിധ അംഗങ്ങളുടെയും അംശാദായം മാസവരിയായി ക്ഷേമനിധിയിൽ അടയ്ക്കുന്നത് 50 രൂപയാണ്. എന്നാൽ സിനിമാ പ്രവർത്തകർക്ക് അംശാദായം മാസത്തിൽ 200 രൂപയായി നിലനിൽക്കുകയാണ്. തുടർന്നുള്ള കാലങ്ങളിൽ 200 രൂപ അംശാദായം അടയ്ക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് 10,000 രൂപയായും മറ്റ് ആനുകൂല്യങ്ങളും ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന് ഫെഫ്ക ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ വാർഷിക ജനറൽ ബോഡി പ്രസിഡന്റ് ബിജു ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുരളി ബേപ്പൂർ, ദിനകർ ബി നായർ, അനീഷ് ഗോപാൽ, ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, വർക്കിംഗ് സെക്രട്ടറി സോഹൻ സിനുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അലൂമിനിയം ഡീലേഴ്സ് ഫോറം 6ാമത് സംസ്ഥാന സമ്മേളനവും എക്സ്പോയും കോഴിക്കോട്ട് നടന്നു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടന്നത്. സംസ്ഥാനത്തെ അലൂമിനിയം വ്യാപാര മേഖലയിലെ ഏക സംഘടനയായ അലൂമിനിയം ഡീലേഴ്സ് ഫോറത്തിന്റെ 3 ദിവസങ്ങളിലായി നടക്കുന്ന 6ാമത് സംസ്ഥാന സമ്മേളനവും എക്സ്പോയുമാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചത്. ADF സംസ്ഥാന പ്രസിഡന്റ് സജൽ മുഹമ്മദ് പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ടെക്നോളജിയുടെ ഉപയോഗം, അത് വരാനിരിക്കുന്ന കാലത്തിന്റെ പുതിയ സാധ്യതകൾ, ഇതെല്ലാം നല്ലതുപോലെ നമ്മുടെ നാടിന് ഈ തൊഴിൽ മേഖലക്കകത്ത് എല്ലാം പ്രയോജനപ്പെടുന്ന വിധത്തിൽ കൂടുതൽ മുന്നേറാനുള്ള ലോക സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഈ കോൺഫറൻസിന്റെ മുഖ്യമായ ഉദ്ദേശമാണ്. തീർച്ചയായും കോഴിക്കോട് അങ്ങനെ ഒരു വേദി ഒരുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. ADF സംസ്ഥാന പ്രസിഡന്റ് സജൽ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധുബൻ എബ്രഹാം, ട്രഷറർ ബൈജു കെ തോമസ്, പ്രോഗ്രാം ചെയർമാൻ A ബഷീർ, കൺവീനർ KT ഫൈസൽ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് GFAB അലൂമിനിയം മാനേജിംഗ് ഡയറക്ടർ ഗണേഷ്,
GFAB നേതൃത്വത്തിൽ ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. ADF പുതിയ സംസ്ഥാന കൗൺസിൽ മീറ്റ്, ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം, സംസ്ഥാന ജനറൽ അസംബ്ലി, സെമിനാർ, ആദരിക്കൽ, സമാപന ദിവസം, ഷഹബാസ് അമൻ നയിക്കുന്ന സംഗീത വിരുന്ന് തുടങ്ങിയ പരിപാടികളും നടക്കും. ഇന്ത്യയിലെ മുൻനിര അലൂമിനിയം ഉൽപാദകരും വിതരണക്കാരും സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോയും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫോക്ക് ആർട്ട് കൾച്ചറൽ ഫോറം അവാർഡ് നൈറ്റ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കായി ഏർപ്പെടുത്തിയ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചെറിയമോങ്ങം, വിജിഷ തൃശൂർ, കബീർ നെല്ലളം, മിത്ര കോഴിക്കോട്, സഹദേവൻ കണ്ണൂർ, നൌഷാദ് കോഴിക്കോട്, സറീന ചേളന്നൂർ, ഇസ്മായിൽ കല്ലായി തുടങ്ങിയവർ ആദരവുകൾ ഏറ്റുവാങ്ങി. ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സക്കറിയ പള്ളിക്കണ്ടി അധ്യക്ഷനായിരുന്നു. ബഷീർ ചുങ്കത്തറ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മുജീബ് പാടൂർ, കോർഡിനേറ്റർ റഹീന കൊളത്തറ, മൊയ്തീൻകുട്ടി തിരുനാവായ തുടങ്ങിയവരും സംസാരിച്ചു. മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ് മത്സരത്തോടുകൂടി തുടങ്ങിയ പരിപാടി വിവിധ കലാപരിപാടികളോടെ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൃഗ ഡോക്ടർ KG പ്രവീണിന് കളാണ്ടിത്താഴം പ്രദേശത്തെ മൃഗസംരക്ഷകർ യാത്രയയപ്പ് നൽകി. ചടങ്ങ് നോവലിസ്റ്റ് ഡോക്ടർ CK ഷാജിബ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രവീണിന് ആദര പത്രിക നൽകി പൊന്നാടയും അണിയിച്ചു. കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാലയിലെ CP അബൂബക്കർ ഹാജി സെന്റർ ഫോർ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചറിൽ 2019 മുതൽ സേവനം നൽകി വന്ന മൃഗ ഡോക്ടർ KG പ്രവീണിന് പ്രദേശത്തെ മൃഗസംരക്ഷകർ യാത്രയയപ്പ് നൽകി. 28 വർഷത്തെ സർക്കാർ സേവനം പൂർത്തിയാക്കി 2026 ഏപ്രിൽ 30 സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പ്രവീണിന് ആദര പത്രിക നൽകി എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാര ജേതാവ് നോവലിസ്റ്റ് ഡോക്ടർ CK ഷാജിബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CP ആയിഷ ബി പൊന്നാട ചാർത്തി. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുരസ്കാര നോവൽ സൂര്യൻ അസ്തമിക്കാത്ത മനുഷ്യന്റെ 3ാം പതിപ്പ് ദർശനം രക്ഷാധികാരി സൽമി സത്യാർത്ഥി ഡോക്ടർ ഷാജിബിൽ നിന്ന് ഏറ്റുവാങ്ങി. രക്ഷാധികാരി അംഗത്വ രേഖകൾ ഡോക്ടർ ഷാജിബ് 30ാം വാർഷിക സംഘാടക സമിതി ജനറൽ കൺവീനർ കൊല്ലറക്കൽ സതീശന് കൈമാറി. MN സത്യാർത്ഥി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. തിരുനെല്ലൂർ കരുണാകരന്റെ പ്രസിദ്ധമായ മേദിന ഗാനം ഉണ്ണികൃഷ്ണൻ അലനല്ലൂർ ആലപിച്ചു. എഴുത്തുകാരി ശ്രീലത രാധാകൃഷ്ണൻ ആശംസ നേർന്നു. മലയാളം ഭാഷാ പഠനം മികവുറ്റതാക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വർണ്ണകൂടാരം 2ന്റെ ഭാഗമായി ദർശനത്തിൽ സംഘടിപ്പിക്കുന്ന ദശദിന ക്യാമ്പ് വള്ളിയും പുള്ളിയും സംബന്ധിച്ച് പ്രവർത്തക സമിതി അംഗം ആബിദ പള്ളിത്താഴ് വിശദീകരിച്ചു. ഡോക്ടർ പ്രവീൺ മറുപടി പ്രസംഗം നടത്തി. ദർശനം പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ സ്വാഗതവും ദർശനം സെക്രട്ടറി TK സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി സന്യാസി സമ്മേളനം നടത്തി. സന്യാസിമാർക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. തളി പൈതൃകം കൈലാസ മണ്ഡപം സ്റ്റേജിൽ നടന്ന സന്യാസി സമ്മേളനത്തിൽ രാമകൃഷ്ണ മിഷൻ മഠാധിപതി സ്വാമി നരസിംഹാനന്ദ, ചിന്മയ മിഷൻ ആചാര്യ സ്വാമി ജിതാത്മാനന്ദ സരസ്വതി, മാതാ അമൃതാനന്ദമയി മഠം അധ്യക്ഷൻ സ്വാമി വിവേകാമൃതാനന്ദപുരി, സമ്പോധ് ഫൗണ്ടേഷൻ കോഴിക്കോടിലെ സ്വാമിനി ശ്രുതിപ്രിയാനന്ദ സരസ്വതി, രാമകൃഷ്ണ ശാരദാ മിഷൻ സെക്രട്ടറി പ്രപ്രവാചിക രാധാപ്രാണ മാതാജി, കുമ്പർനാട് സിദ്ധാശ്രമ മഠാധിപതി സ്വാമി തൽസ്വരൂപാനന്ദ സരസ്വതി, സ്വാമി സത്യാനന്ദപുരി, സ്വാമി വിശ്വദാനന്ദ സരസ്വതി തുടങ്ങിയവർ പങ്കെടുത്തു. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താം വന്ദേ. ശനേശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തോടനുബന്ധിച്ചാണ് സന്യാസി സമ്മേളനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. സ്വയംവരത്തിനു ശേഷം ആഘോഷ നൃത്തം നടന്നു. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം രുക്മിണി സ്വയംവരം ഘോഷയാത്ര ശ്രീ ആനക്കുളം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. നഗരം ചുറ്റി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഘോഷയാത്രയ്ക്ക് PS വിജയകുമാർ, PR സുനിൽ സിംഗ്, AP സായ് നാരായണൻ, PN ഗോപകുമാർ, PS സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. സ്വയംവരത്തിന് ശേഷം ആഘോഷ നൃത്തവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേവപർവം മൂവീസിന്റെ ബാനറിൽ ഫോർമാൻസ് നിർമ്മിച്ച ക്യാപ്റ്റൻ വിജയ് സംവിധാനം ചെയ്ത മിസ്റ്റർ കെട്ടിയോൻ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ഇന്നത്തെ തലമുറയുടെ കഥ പറയുന്ന ചിത്രം പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരുക്കുന്നത്. ഉഷാന്ത് താവത്ത് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും ഒരുക്കുന്ന മിസ്റ്റർ കെട്ടിയോൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പയ്യോളി, തലശ്ശേരി, മാഹി, ചൊക്ലി, ഗുണ്ടുൽപേട്ട് എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. മിസ്റ്റർ കെട്ടിയോൻ സിനിമയുടെ ക്യാമറ ചലിപ്പിക്കുന്നത് ഹരീഷ് ബാലുശ്ശേരിയാണ്. MG ശ്രീകുമാർ, അൻവർ സാദത്ത്, ഹരികുമാർ, ഹരേറാം എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. സംഗീത സംവിധാനം ഹരികുമാർ, ഹരേറാമും ഉഷാന്ത് താവത്തുമാണ് നിർവഹിച്ചിരിക്കുന്നത്. മികച്ച കോമഡി ഫാമിലി എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രമാണ് മിസ്റ്റർ കെട്ടിയോൻ. സഹോദര ബന്ധത്തിന്റെ ഊഷ്മളതയും സൗഹൃദത്തിന്റെ കെട്ടുറപ്പും ഏറെ രസകരമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പുതു സിനിമയുടെ പാറ്റേണിൽ വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തോടെയുള്ള ഈ സിനിമ ഏതുതരം പ്രേക്ഷകരെയും ആകർഷിക്കുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു. ചിത്രത്തിന്റെ കലാസംവിധാനം നാരായണൻ പന്തിരിക്കര, എഡിറ്റിംഗ് PC മോഹനൻ, പോട്ട് എഡിറ്റിംഗ് ജോമോൻ, കോസ്റ്റ്യൂം ബിനിജ ചേലാമ്പ്ര, മേക്കപ്പ് മാളു രാഹുൽ എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളായ അഗസ്റ്റി ജോ, ചൈതന്യ മനോജ്, വൈശാഖ്, സിറാജ് പയ്യോളി, മുഹമ്മദ് എരവട്ടൂർ, ഡോക്ടർ പ്രമോദ്, പപ്പൻ മണിയൂർ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. കോഴിക്കോട് ജില്ലയിൽ 13-ൽ 12 UDF-ന്. രമേശ് ചെന്നിത്തലയോ കുഞ്ഞാലിക്കുട്ടിയോ മുഖ്യമന്ത്രിയാകണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ. സാംസ്കാരിക ക്ഷേമനിധി പെൻഷൻ സിനിമാ പ്രവർത്തകർക്ക് 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഫെഫ്ക ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ. അലൂമിനിയം ഡീലേഴ്സ് ഫോറം 6ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് സമാപനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.